PSC ഈ അടുത്ത് നടത്തിയിട്ടുള്ള കൂലി വർക്കർ പരീക്ഷയിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ഭാഗത്തെ പ്രധാന ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ ചോദ്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. ഓപ്ഷൻ ബി, G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. ഓപ്ഷൻ സി, 1998 G20 രൂപീകരിക്കപ്പെട്ടത്. ഓപ്ഷൻ ഡി, എല്ലാ വർഷവും G20 ഉച്ചകോടി നടക്കാറുണ്ട്. ഇതിലേതാണ് ആൻസർ? തെറ്റായ പ്രസ്താവന ഏതാ? ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. 1998 G20 രൂപീകരിച്ചതെന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷെ ഇത് തെറ്റാണ്. എന്നാണ് രൂപീകരിച്ചിട്ടുള്ളത്? 1996 സെപ്റ്റംബർ 26 G20 രൂപീകരിച്ചിട്ടുള്ളത്. 1996 സെപ്റ്റംബർ 26 രൂപീകരിച്ചു. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. എന്തുകൊണ്ടാണ് ബ്രസീലിനെ മാത്രം ഇവിടെ പറഞ്ഞത്? ബ്രസീലിനെ മാത്രം പറയാൻ കാര്യമുണ്ട്. 2024 G20 സബ്മിറ്റ് നടക്കുന്നത് റിയോ ഡി ജനീറോ, ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ് 2024 G20 സബ്മിറ്റ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബ്രസീലിനെ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ G20യിൽ ഉൾപ്പെട്ട രാജ്യത്ത് വെച്ചായിരിക്കുമല്ലോ എന്തായാലും സബ്മിറ്റ് നടക്കുക. അപ്പോൾ ബ്രസീലാണ് 2024 G20 സബ്മിറ്റ് നടക്കുന്നത്, റിയോ ഡി ജനീറോ, ബ്രസീൽ. അടുത്ത ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. സ്ഥിരം ആസ്ഥാനമില്ല G20ക്ക്, അല്ലെ? സ്ഥിര ആസ്ഥാനമില്ല. അത് ആസ്ഥാനമില്ല. അതേപോലെ തന്നെ പ്രസിഡന്റിന്റെ പദവിയും വർഷാവർഷങ്ങളിൽ ഏത് രാജ്യത്താണോ സബ്മിറ്റ് നടക്കുന്നത് ആ രാജ്യത്തെ പ്രസിഡന്റ് ആയിരിക്കും ഈ G20യുടെ പ്രസിഡന്റ് പദവി അലങ്കരിക്കുക. അപ്പോൾ ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡിയിൽ നമുക്ക് നോക്കാം. എല്ലാ വർഷവും G20 ഉച്ചകോടി നടക്കാറുണ്ട്. എല്ലാ വർഷവും നടക്കാറുണ്ട്. 2024 G20 സബ്മിറ്റ് എന്ന് ബ്രസീലിലാണ്. അങ്ങനെയെങ്കിൽ 2023 G20 സബ്മിറ്റ് നടന്നത് ന്യൂഡൽഹിയിലാണ് കേട്ടോ. 2023 18ാമത്തെ G20 സബ്മിറ്റ് നടന്നത് ന്യൂഡൽഹിയിലാണ്. ഇനി G20യുമായി ബന്ധപ്പെട്ട നമുക്ക് കുറച്ച് വസ്തുക്കൾ നോക്കാം. ആദ്യത്തെ നമ്മൾ പറഞ്ഞു G20യിൽ 2024 G20 സബ്മിറ്റ് നടന്നത് റിയോ ഡി ജനീറോ, ബ്രസീലാണ്. അതിന്റെ സ്ലോഗനാണ് ന്യായമായ ഒരു ലോകവും സുസ്ഥിരമായ ഒരു ഗ്രഹവും നിർമ്മിക്കുന്നു. ന്യായമായ ഒരു ലോകവും സുസ്ഥിരമായ ഗ്രഹവും നിർമ്മിക്കുന്നു. ഇനി രൂപീകരിച്ചത് നമ്മൾ പറഞ്ഞു 1996 സെപ്റ്റംബർ 26 രൂപീകരിച്ചിട്ടുള്ളത്. ഈ G20യിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുന്നത് 19 രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 19 രാജ്യങ്ങളും കൂടാതെ യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും ഇതിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും ചേർന്നിട്ടുള്ളതാണ് G20 എന്ന് പറയുന്നത്. ഇതില് 19 രാജ്യങ്ങളിൽ വരുന്നത് മൊത്തം GDPയുടെ 85% കൈകാര്യം ചെയ്യുന്ന രാജ്യങ്ങളാണ് ഈ 19 രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ലോകത്തെ മൊത്തം GDPന്റെ 85% കൈകാര്യം ചെയ്യുന്ന രാജ്യങ്ങളാണ് ഈ 19 രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അതാണ് G20യിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത് വർഷാവർഷം മാറുന്നു എന്ന് ഓൾറെഡി പറഞ്ഞു. ഇപ്പോഴത്തെ കറണ്ട് പ്രസിഡന്റ് എന്ന് പറയുന്നത് ലൂയിസ് ഇനാൻഷ്യോ ലൂല ഡാ സിൽവ ആണ്. ബ്രസീലിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ലൂയിസ് ഇനാൻഷ്യോ ലൂല ഡാ സിൽവ. അപ്പോ ലൂയിസ് ഇനാൻഷ്യോ ലൂല ഡാ സിൽവയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. 2023 നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടുള്ളതാണ്, ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുള്ളതാണ് 2023 G20 സബ്മിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ സ്ലോഗൻ എന്ന് പറയുന്നത് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരാണ്? ജിലുമോൾ മാരിയറ്റ് തോമസ്. ഇപ്പൊ ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ് കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത കേട്ടോ. ജിലുമോൾ മാരിയറ്റ് തോമസ്. അപ്പൊ ഈ ജിലുമോൾ മാരിയറ്റ് തോമസിന് 2024 വനിതാ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. 2024 വനിതാ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആർക്ക്? ജിലുമോൾ മാരിയറ്റ് തോമസ്. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ഓപ്ഷൻ ബി, ശ്രീലങ്ക. ശ്രീലങ്കനെയാണ് 2023 ഏഷ്യൻ കപ്പ് ടൂർണമെന്റിൽ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ശ്രീലങ്കനെയാണ്. അങ്ങനെയാണെങ്കിൽ 2023 ഏഷ്യ കപ്പ് ടൂർണമെന്റിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ശ്രീലങ്ക, പാകിസ്ഥാൻ. ശ്രീലങ്കയും പാകിസ്ഥാനുമാണ് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ. 2023 ഏഷ്യ കപ്പ് ടൂർണമെന്റ് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ശ്രീലങ്ക, പാകിസ്ഥാൻ.
അതിൽ വിജയിച്ചത് ആരാണ്? ഇന്ത്യ. ഇന്ത്യ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ശ്രീലങ്ക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആര്? ജഗദീപ് ധൻകർ. അപ്പൊ ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ. അതേപോലെ തന്നെ 15ാമത്തെ രാഷ്ട്രപതി ആരാ? ദ്രൗപദി മുർമു. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദ്രൗപദി മുർമുവിന്റെ പ്രത്യേകത എന്താണ്? ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ആദ്യ വനിത. ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ആദ്യ വനിതയാണ് ദ്രൗപദി മുർമു. അതേപോലെ തന്നെ നമ്മൾ നോക്കുന്നത് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആരാ? രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ് നാരായൺ സിംഗ്. ഹരിവൻഷ് നാരായൺ സിംഗ് ആണ് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആണ് ഹരിവൻഷ് നാരായൺ സിംഗ്. അതേപോലെ ലോക്സഭ സ്പീക്കർ ആരാണ്? ലോക്സഭ സ്പീക്കർ OM ബിർള. OM ബിർളയാണ് ലോക്സഭ സ്പീക്കർ. ലോക്സഭ സ്പീക്കർ OM ബിർള. അതേപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ 2019 മുതൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. ലാസ്റ്റ് ആയത് ആരാണ്? തമ്പിദുരൈ. ലാസ്റ്റ് ആയത് തമ്പിദുരൈ. ഇപ്പൊ ഡെപ്യൂട്ടി സ്പീക്കർ 2019 മുതൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. ലാസ്റ്റ് ആയ വ്യക്തിയാണ് തമ്പിദുരൈ. ഇത്രയുമാണ് രാഷ്ട്രപതി. 14ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര്? ആരാണ്? സജി ചെറിയാൻ. അപ്പൊ കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് സജി ചെറിയാൻ. അപ്പൊ മന്ത്രിമാരും വകുപ്പുകളും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അപ്പൊ കൃത്യമായിട്ട് അത് പഠിച്ചു വെക്കുക. അപ്പൊ കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് സജി ചെറിയാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ നടന്ന രാജ്യം ഏത്? 19ാം ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ചൈന. 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യമാണ് ചൈന. അതിൽ 1ാം സ്ഥാനം നേടിയത് ഏതാണ്? ആരാണ്? ചൈന തന്നെയാണ്. 19ാം ഏഷ്യൻ ഗെയിംസിൽ 1ാം സ്ഥാനം നേടിയത് ചൈന. 4ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 107 കേട്ടോ. 4ാം സ്ഥാനത്ത് ഇന്ത്യ നേടിയ മെഡലുകൾ 107 മെഡലുകളാണ്. ഇനി ഗോൾഡ് മെഡൽ ലഭിച്ച മലയാളികളാണ് PR ശ്രീജേഷ് മെൻസ് ഹോക്കിയിൽ. PR ശ്രീജേഷ് മെൻസ് ഹോക്കി. അതേപോലെ തന്നെ മുഹമ്മദ് അനസ് 4x400 റിലേയിലാണ് മുഹമ്മദ് അനസിന് ഗോൾഡ് മെഡൽ ലഭിച്ചത്. അതേപോലെ തന്നെ മുഹമ്മദ് അജ്മലിന് 4x400 റിലേ. അതേപോലെ തന്നെ മിന്നുമണി വുമൺസ് ക്രിക്കറ്റ് ടീമിലുള്ള മിന്നുമണിക്കുമാണ് ഗോൾഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഗോൾഡ് മെഡൽ ലഭിച്ച മലയാളികളാണ് PR ശ്രീജേഷ്, മുഹമ്മദ് അനസ്, മുഹമ്മദ് അജ്മല്, മിന്നുമണി. അടുത്ത ക്വസ്റ്റ്യൻ. ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ഏതാണത്? ചന്ദ്രയാൻ 3യിലൂടെ വിക്ഷേപിക്കാത്ത ഏതാണ്? ലാൻഡർ ഉണ്ട്, റോവർ, ഓർബിറ്റർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ കേട്ടോ. അപ്പൊ ഓർബിറ്റർ ആണ് ഇതിന്റെ ആൻസർ. ഓർബിറ്റർ. അപ്പൊ ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് എന്ന് പറയുന്നത് ഓർബിറ്റർ ആണ് കേട്ടോ. അപ്പൊ അതില് ചന്ദ്രയാൻ 3യിലൂടെ വിക്ഷേപിച്ച അതൊക്കെയാണ് ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ കേട്ടോ. ഈ 3 കാര്യങ്ങളും ചന്ദ്രയാൻ 3യിലൂടെ വിക്ഷേപിച്ച എക്യുപ്മെന്റ്സ് ആണ്. ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ഇനി ചന്ദ്രയാൻ 3യെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് LMV-3 M4 റോക്കറ്റ് ആണ് കേട്ടോ. LMV-3 M4 റോക്കറ്റ് വിക്ഷേപിച്ചത് എന്നാണ് 2023 ജൂലൈ 14. 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. വിക്ഷേപിച്ചു കഴിഞ്ഞ് ആദ്യമായിട്ട് ചന്ദ്രയാൻ 3 സിഗ്നല് നിങ്ങളുടെ അയച്ച സന്ദേശമാണ് ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. ചന്ദ്രയാൻ 3 അയച്ച ആദ്യ സന്ദേശമാണ് ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. ഇറങ്ങിയത് എന്നാണ് 2023 ഓഗസ്റ്റ് 23 ഇറങ്ങിയത് കേട്ടോ. ഓഗസ്റ്റ് 23 2023 ഓഗസ്റ്റ് 23 6:04 PM ഇറങ്ങിയത്. ചന്ദ്രനിൽ ഇറങ്ങിയെന്നാണ് 2023 ഓഗസ്റ്റ് 23 6:04 PM കേട്ടോ. ഈ ഓഗസ്റ്റ് 23 എന്തായിട്ട് അറിയപ്പെടുന്നു? ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു കേട്ടോ. ഇതിനെ തുടർന്നാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു.
അതേപോലെ തന്നെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറി ട്ടോ. ചന്ദ്രന്റെ എന്തിന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യം. അപ്പൊ ദക്ഷിണ ധ്രുവത്തിലാണ് പേടകം ഇറക്കിയത്. അങ്ങനെ ഇറക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ പേടകം ഇറക്കിയ സ്ഥലത്തെ അറിയപ്പെടുന്നത് എന്താണ്? ശിവശക്തി പോയിന്റ് ട്ടോ. ഈ പേടകം ഇറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് ശിവശക്തി പോയിന്റ്. സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ചന്ദ്രയാൻ 3യിലെ റോവറാണ് പ്രഗ്യാൻ ട്ടോ. സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ചന്ദ്രയാൻ 3ന്റെ റോവറാണ് പ്രഗ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? ആത്മകഥയാണ് കാലം സാക്ഷി ട്ടോ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവചരിത്ര പുസ്തകമാണ് തുറന്നിട്ട വാതിൽ. തുറന്നിട്ട വാതിൽ രചിച്ചാരാണ്? PT ചാക്കോ ട്ടോ. എഴുതിയത് PT ചാക്കോ. അതായത് ജീവചരിത്ര പുസ്തകമാണ് തുറന്നിട്ട വാതിൽ. അപ്പോ ഈ കാലം സാക്ഷി എഴുതിയതാരാണ്? സണ്ണിക്കുട്ടി എബ്രഹാം ആണ് ട്ടോ. സണ്ണിക്കുട്ടി എബ്രഹാം. അപ്പൊ സണ്ണിക്കുട്ടി എബ്രഹാം ആണ് കാലം സാക്ഷി എഴുതിയിട്ടുള്ളതാണ്. സണ്ണിക്കുട്ടി എബ്രഹാം ആണ്. ജീവചരിത്ര പുസ്തകമായിട്ടുള്ള തുറന്നിട്ട വാതിൽ എഴുതിയിട്ടുള്ളത് PT ചാക്കോ ആണ് ട്ടോ. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സാമാജികനായ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി ട്ടോ. ഉമ്മൻചാണ്ടി 52 വർഷമാണ് നിയമസഭാ സാമാജികനായിട്ട് ഇരുന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സാമാജികനാണ് 52 വർഷം. ജനനം എന്നാണ്? 1943 ജനനം. മരണം 2023 ജൂലൈ 18. 2023 ജൂലൈ 18. അതേപോലെ തന്നെ UN പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുരസ്കാരം 2013 ലഭിച്ചു ട്ടോ. 2013 UN പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുരസ്കാരം ലഭിച്ചു. 2006 ദാവോസിൽ നടന്ന സാമ്പത്തിക ഉച്ചകോടിയിൽ പങ്കെടുത്ത ആദ്യ മുഖ്യമന്ത്രിയാണ് ട്ടോ ഉമ്മൻചാണ്ടി. അതായത് 2006 ദാവോസിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഉച്ചകോടിയിൽ പങ്കെടുത്ത ആദ്യ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ പ്രസിദ്ധമായ പുസ്തകങ്ങളാണ് ചങ്ങല ഒരുങ്ങുന്നു, മറുപടിയില്ലാത്ത കത്തുകൾ, പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ, കേരളത്തിന്റെ ഗുൽസാരി. ചങ്ങല ഒരുങ്ങുന്നു, മറുപടിയില്ലാത്ത കത്തുകൾ, പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ, കേരളത്തിന്റെ ഗുൽസാരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഇന്ത്യ. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഇന്ത്യ. ജേതാവായത് ക്രിസ്റ്റീന പിസ്കോവ, ചെക്ക് റിപ്പബ്ലിക്. ചെക്ക് റിപ്പബ്ലിക്. ഇനി നമുക്ക് മിസ് യൂണിവേഴ്സ് 2023 നോക്കാം. 2023 72ാമത്തെ മിസ് യൂണിവേഴ്സ് ആണ് നടന്നിട്ടുള്ളത്. ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് എൽ സാവദോർ. അപ്പോ മിസ് യൂണിവേഴ്സ് 2023 ആതിഥേയത്വം വഹിച്ചത് എൽ സാവദോർ. അതേപോലെ തന്നെ ജേതാവായത് ഷെയ്നിൻസ് പാലാസിനോസ് ആണ്. നിക്കറാഗോയുടെ താരമായിട്ടുള്ള ഷെയ്നിൻസ് പാലാസിനോസ് ആണ് 2023 ജേതാവ്. ഇനി 2024 വെന്യൂ എന്ന് പറയുന്നത് മെക്സിക്കോ സിറ്റി ട്ടോ. 2024 വെന്യൂ മെക്സിക്കോ സിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദ് ട്ടോ. അപ്പോ രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹൈദരാബാദിലാണ്. നമുക്ക് ഇനി ഇതിന്റെ കുറച്ച് നോക്കാം. അംബേദ്കർ പ്രതിമകളെ കുറിച്ച് നോക്കാം. സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? വിജയവാഡയിലുള്ള പ്രതിമയാണ് ട്ടോ. അംബേദ്കറുടെ വിജയവാഡയിലുള്ള പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് അറിയപ്പെടുന്നത്. ഇതിന് 206 അടി ഉയരമുണ്ട്. ശരിക്ക് ഇതാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. 206 അടിയാണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. ഇതിൽ 125 അടിയാണ് പ്രതിമേന്റെ ഉയരം. 81 അടി പടികളാണ് ട്ടോ. പടികളുടെ ഉയരം എത്രയാണ്? 81 അടിയും 125 അടിയാണ് പ്രതിമേന്റെ ഉയരം എന്ന് പറയുന്നത്. ഇത് 2024 ജനുവരിയിലാണ് അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഹൈദരാബാദിലുള്ളത് എന്ന് പറയുന്നത് 175 അടിയാണ് മൊത്തം വരുന്നത്. 175 അടിയേ ഹൈദരാബാദിലുള്ളൂ. ശരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് വിജയവാഡയാണ് വരുന്നത്. കാരണം പ്രതിമേന്റെ ഉയരം രണ്ടും സെയിം ആണ്, 125 അടി തന്നെയാണ്. പക്ഷെ പടികളുടെ ഉയരം കൂടി നോക്കുമ്പോൾ വിജയവാഡയിലാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് ഉദ്ഘാടനം ചെയ്ത് ഹൈദരാബാദാണ് ട്ടോ.
അപ്പം ഹൈദരാബാദിലുള്ള പ്രതിമേന്റെ ടോട്ടൽ ഉയരം എന്ന് പറയുന്നത് 175 അടിയാണ്. അതിൽ 125 അടിയാണ് പ്രതിമേന്റെ ഉയരം എന്ന് പറയുന്നത്. 50 അടി എന്ന് പറയുന്നത് പടികളുടെ ഉയരവുമാണ്. അപ്പോ ഈ രണ്ടുമാണ്. അപ്പൊ ഹൈദരാബാദിലും വിജയവാഡയിലും രണ്ട് സെപ്പറേറ്റ് അംബേദ്കറുടെ പ്രതിമകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് വിജയവാഡയിലുള്ളതാണ് കേട്ടോ. അതേപോലെ തന്നെ സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി എന്നറിയപ്പെടുന്നത് അമേരിക്കയിലെ മേരിലാൻഡിലുള്ള പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി എന്നറിയപ്പെടുന്നത് അമേരിക്കയിലെ മേരിലാൻഡിലുള്ളതാണ്. 19 അടിയാണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത്. 19 അടി കേട്ടോ. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലുതാണ് കേട്ടോ. ഇന്ത്യക്ക് പുറത്തുള്ള അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമയാണ് ഈ സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി എന്ന് ഇന്ത്യയിൽ വിളിക്കുന്ന പ്രതിമയാണ് മുംബൈയിലുള്ള കേട്ടോ. മുംബൈയില് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിമ. ഇത് ആയിട്ടില്ല, അത് പൂർത്തീകരിച്ചിട്ടില്ല, ഇതിന്റെ ഉദ്ഘാടനം ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ മുംബൈയിലുള്ള സ്റ്റാച്യു ഓഫ് അംബേദ്കറുടെ പ്രതിമേനെ അറിയപ്പെടുന്നതും സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി തന്നെയാണ്. അതിന്റെ ഉയരം എന്ന് പറയുന്നത് 450 അടിയാണ് കേട്ടോ. 450 അടിയാണുള്ളത്. 100 അടിയാണ് പടികളുടെ ഉയരം എന്ന് പറയുന്നത്. പടികളുടെ ഉയരം എത്രയാണ്? 100 അടി. അപ്പൊ 450 അടിയാണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത്. ടോട്ടൽ ഉയരം എന്ന് പറയുന്നത് 450 അടിയാണ്. ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രതിമയാവും. അത് ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രതിമയാവും ഈ സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി എന്ന് അംബേദ്കറുടെ പ്രതിമ. എവിടെയുള്ളത്? മുംബൈയിലുള്ളത് കേട്ടോ. അപ്പൊ ഈ 4 വസ്തുതകളും മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതാണത്? ചന്ദ്രയാൻ 3യിലൂടെ വിക്ഷേപിക്കാത്ത ഏതാണ്? ലാൻഡർ ഉണ്ട്, റോവർ, ഓർബിറ്റർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ കേട്ടോ. അപ്പൊ ഓർബിറ്റർ ആണ് ഇതിന്റെ ആൻസർ. ഓർബിറ്റർ. അപ്പൊ ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് എന്ന് പറയുന്നത് ഓർബിറ്റർ ആണ് കേട്ടോ. അപ്പൊ അതില് ചന്ദ്രയാൻ 3യിലൂടെ വിക്ഷേപിച്ച അതൊക്കെയാണ് ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ കേട്ടോ. ഈ 3 കാര്യങ്ങളും ചന്ദ്രയാൻ 3യിലൂടെ വിക്ഷേപിച്ച എക്യുപ്മെന്റ്സ് ആണ്. ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ഇനി ചന്ദ്രയാൻ 3യെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് LMV-3 M4 റോക്കറ്റ് ആണ് കേട്ടോ. LMV-3 M4 റോക്കറ്റ് വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14. 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. വിക്ഷേപിച്ചു കഴിഞ്ഞ് ആദ്യമായിട്ട് ചന്ദ്രയാൻ 3 ഈ സിഗ്നല് നിങ്ങളുടെ അയച്ച സന്ദേശമാണ്, ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. ചന്ദ്രയാൻ 3 അയച്ച ആദ്യ സന്ദേശമാണ്, ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. ഇറങ്ങിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23 ഇറങ്ങിയത് കേട്ടോ. ഓഗസ്റ്റ് 23, 2023 ഓഗസ്റ്റ് 23 6:04 PM ഇറങ്ങിയത്. ചന്ദ്രനിൽ ഇറങ്ങിയെന്നാണ്? 2023 ഓഗസ്റ്റ് 23 6:04 PM കേട്ടോ. ഈ ഓഗസ്റ്റ് 23 എന്തായിട്ട് അറിയപ്പെടുന്നു? ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു കേട്ടോ. ഇതിനെ തുടർന്നാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു. അതേപോലെ തന്നെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറി കേട്ടോ. ചന്ദ്രന്റെ എന്തിന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യം. അപ്പൊ ദക്ഷിണ ധ്രുവത്തിലാണ് പേടകം ഇറക്കിയത്. അങ്ങനെ ഇറക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ പേടകം ഇറക്കിയ സ്ഥലത്തെ അറിയപ്പെടുന്നത് എന്താണ്? ശിവശക്തി പോയിന്റ് കേട്ടോ. ഈ പേടകം ഇറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് ശിവശക്തി പോയിന്റ്. സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ചന്ദ്രയാൻ 3യിലെ റോവർ ആണ് പ്രഗ്യാൻ കേട്ടോ. സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ചന്ദ്രയാൻ 3ന്റെ റോവർ ആണ് പ്രഗ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ, 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അല്ലു അർജുൻ ആണ് കേട്ടോ. 69ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലു അർജുൻ. അതിൽ മികച്ച നടി ആരായിരുന്നു? മികച്ച നടി ആലിയ ഭട്ട് കേട്ടോ. മികച്ച നടി ആലിയ ഭട്ട്. മികച്ച സിനിമ റോക്കട്രി ദ നമ്പി എഫക്റ്റ്. റോക്കട്രി ദ നമ്പി എഫക്റ്റ് ആണ് മികച്ച സിനിമ. മികച്ച മലയാള സിനിമയാണ് ഹോം. മികച്ച മലയാള സിനിമ ഹോം.
അപ്പൊ 69ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടൻ അല്ലു അർജുൻ, മികച്ച നടി ആലിയ ഭട്ട്, മികച്ച സിനിമ റോക്കട്രി ദ നമ്പി എഫക്റ്റ്, മികച്ച മലയാള സിനിമ ഹോം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതാണ്? 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023. ഈ 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷത്തിന്റെ പ്രമേയമാണ് ആരോഗ്യമുള്ള മില്ലുകൾ, ആരോഗ്യമുള്ള ആളുകൾ. ആരോഗ്യമുള്ള മില്ലുകൾ, ആരോഗ്യമുള്ള ആളുകൾ. ആരോഗ്യമുള്ള മില്ലുകൾ, ആരോഗ്യമുള്ള ആളുകൾ. ഇനി 2024 ഇന്റർനാഷണൽ ഇയർ ഏതാണ്? ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലൈഡ്സ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലൈഡ്സ് 2024 എന്താണ്? ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലൈഡ്സ്. അതിന്റെ പ്രമേയമാണ് മരുഭൂമികളുടെയും ഉയർന്ന പ്രദേശങ്ങളുടെയും വീരന്മാർ പോഷിപ്പിക്കുന്ന ആളുകളും സംസ്കാരവും. അപ്പൊ മരുഭൂമികളുടെയും ഉയർന്ന പ്രദേശങ്ങളുടെയും വീരന്മാർ പോഷിപ്പിക്കുന്ന ആളുകളും സംസ്കാരവും. അപ്പൊ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലൈഡ്സ് ക്യാമലുകളുടെ വർഷമാണ്. അതായത് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലൈഡ്സ്, അതായത് പ്രമേയം എന്ന് പറയുന്നത് മരുഭൂമികളുടെയും ഉയർന്ന പ്രദേശങ്ങളുടെയും വീരന്മാർ പോഷിപ്പിക്കുന്ന ആളുകളും സംസ്കാരവും. ഇതിന്റെ പ്രമേയം. അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ജപ്പാനാണ് കേട്ടോ. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് ജപ്പാനിലാണ് കേട്ടോ. ഈ JT60SA എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെയും ജപ്പാന്റെയും സംയുക്ത പരീക്ഷണമാണ് കേട്ടോ. യൂറോപ്യൻ യൂണിയന്റെയും ജപ്പാന്റെയും സംയുക്ത പരീക്ഷണമാണ് JT60SA കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗൾ ട്ടോ. ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ് സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ. ക്യാപ്റ്റൻ ഗീതിക കൗൾ. അടുത്ത ക്വസ്റ്റ്യൻ. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏതാണ്? കൊൽക്കത്തയാണ് ട്ടോ. അതായത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയത് കൊൽക്കത്ത. അപ്പൊ കൊൽക്കത്തയ്ക്ക് കിട്ടിയ റേറ്റ് എന്ന് പറയുന്നത് IPC റേറ്റ് എന്ന് പറയുന്നത് 78.2 ആണ് കേട്ടോ. 78.2 കൊൽക്കത്തയ്ക്ക് ലഭിച്ചിട്ടുള്ള IPC റേറ്റ് എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനത്തുള്ളത് ചെന്നൈ ആണ് കേട്ടോ. രണ്ടാം സ്ഥാനത്ത് ചെന്നൈ. കേരളത്തിൽ നിന്ന് ആകെ ഒരു നഗരമേ ഉൾപ്പെട്ടിട്ടുള്ളൂ, അത് കോഴിക്കോടാണ്. 10ാം സ്ഥാനത്താണ് കേട്ടോ. അപ്പോൾ കേരളത്തിൽ നിന്ന് ആകെ ഒന്നേ ഉള്ളൂ, കോഴിക്കോട്. ഇത് 10ാം സ്ഥാനത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? തുടങ്ങനാടാണ് കേട്ടോ. തുടങ്ങനാട്. അപ്പൊ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് തുടങ്ങനാട്. തുടങ്ങനാട് ഇടുക്കി ജില്ലയാണ് കേട്ടോ. ഇടുക്കി ജില്ലയാണ് തുടങ്ങനാട്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാ? തിരുവനന്തപുരത്താണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം. അതേപോലെ കേരളത്തിലെ ആദ്യ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് തോന്നക്കലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് തോന്നക്കൽ. അപ്പൊ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് എവിടെയാണ്? തുടങ്ങനാട്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് തോന്നക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? 28% കേട്ടോ. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതിയാണ് 28%. ഇത് പ്രാബല്യത്തിൽ വന്നതെന്നാണ് 2023 ഒക്ടോബർ മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് കേട്ടോ. 2023 ഒക്ടോബർ മുതൽ ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? 28%.